നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നതിനാൽ ഇവിടുത്തെ എല്ലാ നിർമ്മാണങ്ങളും തടഞ്ഞുകൊണ്ടും അനധികൃതമായി പ്രവേശനം വിലക്കിയിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓർഡർ. എന്താ ഉത്തമൻ സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല മാഡം. ഗുഡ്. എന്നാൽ ഇത് 4 ആൾ വായിക്കും വിധത്തിൽ ഈ കെട്ടിടത്തിന്റെ നല്ലൊരു ഭാഗം നോക്കി പതിക്കണം. അത് ഉത്തമൻ സാറ് തന്നെ ഒട്ടിക്കുകയും വേണം. ഞാനോ? എന്താ സാറിന് ഇതിൽ മനസാക്ഷി കുത്തു വല്ലതും ഉണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. എങ്കിൽ ചെല്ല്. സുധീഷേ, ജിജു കൂടെ ചെല്ല്. ലത, ഈ ഓർഡറിന്റെ കോപ്പി എല്ലാ അതോറിറ്റീസിനും കക്ഷിക്കും അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട് മാഡം. സർ, ഇതൊരു ചെറിയ കളിയല്ല. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് തങ്കശ്ശേരി ക്രിസ്റ്റിയുടെ ഒരു നിസ്സാര ഇടപെടലല്ല. ഈ ഡിസ്ട്രിക്റ്റിനകത്തും പുറത്തുമായി ക്രിസ്റ്റി നടത്തിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനധികൃത ഇടപാടുകളാ. ഇവയൊക്കെ ഒന്നൊന്നായി പുറത്തു വന്നേ പറ്റൂ. കൊണ്ടുവരണം നമുക്ക്. ഇത്രയും തന്റെ ഇടമുള്ള ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരെ പേടിക്കാനാണ് മാഡം? ഇവിടുന്ന് കുടിയിറക്കപ്പെട്ട തെരുവിലായ 5 കുടുംബങ്ങൾ. ആ 5 കുടുംബങ്ങളെ എനിക്കിന്ന് തന്നെ കാണണം. അവരെ കാണാനുള്ള ഏർപ്പാട് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം മാഡം. നമ്മൾ ആദ്യം പോകുന്നത് അവർക്കരികിലേക്കാ. ആദ്യം നോട്ടീസ് പതിക്കട്ടെ. ഉത്തമൻ എന്താ പറഞ്ഞത്? ഷോപ്പിംഗ് കോംപ്ലക്സ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി സീൽ ചെയ്തെന്ന്. ആദിയുടെ കാര്യത്തിൽ ടെൻഷൻ ആവാനൊന്നുമില്ല. ആള് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണെന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. അത് വേണമല്ലോ മാഡം, എന്നാലല്ലേ കുട്ടികളാവൂ. പിന്നെ ഇവന്റെ പഠിത്ത കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ടെൻഷനില്ല. ഹീസ് ബ്രില്യന്റ്. അച്ഛാതെ നോക്കിയേ, മഴയെ ഇതുവരെ ആരും വിളിച്ചോണ്ട് പോയില്ല. മഴേ, മഴേ, മഴ, നിന്നെ വിളിക്കാൻ അച്ഛമ്മ വന്നില്ലേ? ഇന്ന് അമ്മൂട്ടിയാ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞത്, പക്ഷെ ഇതുവരെ കണ്ടില്ല. അച്ഛാ, നമ്മള് പോകുന്ന വഴിക്കാ മഴയുടെ വീട്. മഴയും കൂടെ നമുക്ക് കൊണ്ടുപോയാലോ? പിന്നെന്താ, മോളെ നമുക്കങ്ങ് വീട്ടിലാക്കാം. അയ്യോ, അത് വേണ്ട സർ. ഗാർഡിയന്റെ കൂടെ അല്ലാത്ത കുട്ടികളെ വിടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അത് സാരല്ല മാഡം, മാഡത്തിന് എന്നെ അറിയാലോ. പിന്നെന്താ പ്രശ്നം? സേഫ് ആയിട്ട് മഴയെ ഞങ്ങൾ വീട്ടിലെത്തിക്കാം. എന്നാലും അത് ശരിയാവില്ല സർ. ഇത്രയും നേരമായില്ലേ, കുട്ടിയാരും വിളിക്കാൻ വരാത്ത സ്ഥിതിക്ക് ഇവളെ വീട്ടിലാക്കുന്നതിന് എന്താ കുഴപ്പം? അപരിചിതനല്ലോ ഞാൻ ഈ അങ്കിളിന്റെ ആദിയുടെയും കൂടെ പൊയ്ക്കോളാം മാം. ഒരു കുഴപ്പമില്ല മാം. മഴയെ സേഫ് ആയിട്ട് ഞങ്ങൾ വീട്ടിലാക്കാം. ഒരു കാര്യം ചെയ്യും മാം, ഗാർഡിയൻ ഒന്ന് വിളിച്ചു ചോദിക്കുക. അപ്പൊ മാമിന്റെ ഭാവം സേഫ് ആവുമല്ലോ. പ്ലീസ്. ശരി. വിനീതങ്ങളെ വിളിച്ചാ മതിയേ. സാർ, ലോഡ് കയറ്റി കഴിഞ്ഞു. എങ്കിൽ പിന്നെ നിങ്ങൾ വണ്ടി വിട്ടോ സാർ. അത് ഞാൻ ഇതിന്റെ പേയ്മെന്റ് നടത്തിയിട്ട് വരാം. അല്ല സാർ, ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാനുള്ള പൈസ. ഒരു മിനിറ്റ്. ഹലോ ഹലോ
മഴയുടെ ഗാർഡിയൻ അല്ലേ മിസ്റ്റർ വിനീത്? ആ, അതെ, ആരാ? ഞാൻ മഴയുടെ ക്ലാസ് ടീച്ചറാ, ദീപ. എന്താ ടീച്ചറെ? മഴയെ വിളിച്ചോണ്ട് പോവാൻ ആരും ഇതുവരെ വന്നില്ലല്ലോ. വന്നില്ലേ? അല്ല, മോളുടെ അമ്മ വരുന്നാണല്ലോ പറഞ്ഞിരുന്നേ. ടീച്ചർ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ നിന്ന് ഓടി എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1/4 മണിക്കൂറെങ്കിലും എടുക്കും. ടീച്ചർ ഒന്ന് വെയിറ്റ് ചെയ്യോ? ഞാനിപ്പോ തന്നെ ഇറങ്ങാം. അത് വേണമെന്നില്ല. മഴയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ ഇവിടെയുണ്ട്. അവര് നിങ്ങളുടെ റൂട്ടിലാ പോകുന്നത്. പുള്ളിക്കാരൻ മോളെ കൊണ്ട് വീട്ടിലാക്കിയേക്കാന്ന് പറഞ്ഞു. അയ്യോ, അതൊന്നും ശരിയാവില്ല. കുഴപ്പമില്ലാത്ത ആളാണ്. ഇവിടുത്തെ കളക്ടർ ആയിരുന്ന ആളാ. ടീച്ചറെ ഫോണിൽ നിന്ന് ഞാൻ പറയാം. ആ സർ, പേടിക്കാനൊന്നുമില്ല. മോന്റെ നല്ലൊരു ഫ്രണ്ടാ മഴ. സാർ ഇപ്പൊ ടെൻഷൻ അടിച്ചിങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മോളെ കൊണ്ടാക്കിക്കോളാം. അല്ല സർ, അത് ശരിയാവില്ല. ഞാൻ വന്ന് വിളിച്ചോളാം. വേറൊന്നും കൊണ്ടല്ല, അതാ നല്ലത്. ഒന്നുമില്ലെങ്കിലും ഞാനിവിടെ കളക്ടറായിട്ട് നിന്ന ആളല്ലേ, പേടിക്കണ്ട. അങ്കിളെ, ആ ഫോണിങ്ങതാ, ഞാൻ പറയാം. അതെ വിനീതങ്ങളെ, അമ്മ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞേ, പക്ഷെ അമ്മ വന്നില്ല. ഇനി അങ്കിളും വരണ്ട. ഞാൻ ആദിയുടെ അച്ഛന്റെ കൂടെയും വന്നോളാവേ. മോളെ, അത് വേണ്ട. അത് മതി മോനെ, ഞങ്ങൾ പോവാ. എന്നെ കാണണമെങ്കിലേ അങ്ങ് വീട്ടിൽ വന്നാ മതി. ഓക്കെ, ബൈ. ഫോൺ. അങ്കിൾ എന്ത് പറഞ്ഞു മോളെ? അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. ആദി, നമുക്ക് പോവാമേ. നമുക്ക് രണ്ടുപേർക്കും അച്ഛന്റെ കൂടെ പോവാവേ. ടീച്ചറെ, ഞാൻ മോളെ കൊണ്ടുപോവാ, പേടിക്കണ്ട. വാ മോളെ, വാടാ, വാ വാ. ശരി മാഡം. എന്നാ രണ്ടുപേരും ചെന്ന് ബാക്കി കയറിക്കോ. ഇതങ്ങോട്ട് വെച്ചോ. അതെ, ഈ വന്നിരിക്കുന്നത് ആരാന്നറിയോ? ഈ വന്നിരിക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഇവിടുത്തെ കളക്ടറാ, ജില്ലാ കളക്ടർ. പോകാൻ വേറൊരു ഇടവില്ലാത്തോണ്ടാണ് സാറേ ഞങ്ങളിവിടെ കിടക്കുന്നത്. ഇവിടുന്ന് ഓടിച്ചു വിടല്ലേ ഞങ്ങളെ? ഈ മക്കളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ വല്ല ട്രെയിനിന് തലവെക്കാനേ പറ്റൂ. നിങ്ങളെ ഓടിച്ചു വിടാനല്ല ഞാൻ വന്നത്, സഹായിക്കാനാ.